ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽമാർ, പ്രിയപ്പെട്ടവരെന്ന് കഠിനാധ്വാനികളായ അധ്യാപകർ, സേവസന്നദ്ധരായ അനധ്യാപകർ, എന്റെ പ്രിയ കൂട്ടുകാരി, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സുപ്രഭാതം. പുലർക്കാല വെളിച്ചത്തിൽ പരിചരിതൊരു നെല്ലിക്കയെക്കുറിച്ച് ചിന്തിക്കുക. അതിന്റെ പുളിപ്പുള്ള രുചി ആദ്യം നമ്മെ അമ്പരിപ്പിച്ചിരിക്കാം. എന്നാൽ സൂര്യപ്രകാശമേറ്റ് അത് പാകമാകുമ്പോൾ മധുരം ഉള്ളിലൊരു സംഗീതം പോലെ അലിഞ്ഞു ചേരുന്നു. അതുപോലെ ഇന്ന് 8C ക്ലാസ്സിലെ വിദ്യാർത്ഥികളായ ഞങ്ങൾ മൂത്തവർ ചൊല്ലും പുതുനെല്ലിക്ക ആദ്യം കൈക്കും പിന്നീട് മധുരിക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി അസംബ്ലി വേദിയിൽ അറിവിന്റെ മുത്തുകൾ പങ്കുവയ്ക്കുന്നു. നമുക്കേവർക്കും ദൈവികാനുഗ്രഹം ചൊരിയുന്നതിനായി പ്രാർത്ഥനാ ഗാനവുമായി ഞാൻ സ്കൂൾ ഗായക സംഘത്തെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 13-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള ദിവസങ്ങൾ. ഉപദേശം ആവണിക്കുന്നവൻ ദാരിദ്ര്യവും അപമാനവും നേരിടുന്നു. ശാസ്ത്രം ആദരിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. നിറവേറിയ അഭിലാഷം ആത്മാവിന് മാധുര്യമേറുന്നു. ചിന്ത വിട്ടൊഴിയുന്നത് ദോഷരഹിതമാണ്. വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായിത്തീരുന്നു. ദൈവവചനമാണ് നാം കേൾക്കുന്നത്. Let's pray for the brothers and sisters of classes 10 and 12 who are preparing for their board exams. O God of love and mercy, look upon your children who are going to give their board exams. Help them to remember well all that they have learned and express them effectively, so that they may give glory to you always. In your bounty grant this prayer. Amen. ഇന്നത്തെ ചിന്താവിഷയം പങ്കുവയ്ക്കാനായി ഞാൻ ക്ഷണിക്കുന്നു. മുതിർന്നവരുടെ ഉപദേശം നെല്ലിക്ക പോലെയാണ്. അവ ഇന്ന് നാവിന് കൈപ്പുള്ളതാകാം, പക്ഷെ നാളെ അത് ആത്മാവിന് മധുരമുള്ള അമൃതാണ്. ഞാൻ ആവർത്തിക്കുന്നു, മുതിർന്നവരുടെ ഉപദേശം നെല്ലിക്ക പോലെയാണ്. അവ ഇന്ന് നാവിന് കൈപ്പുള്ളതാകാം, പക്ഷെ നാളെ അത് ആത്മാവിന് മധുരമുള്ള അമൃതാണ്. മുതിർന്നവരുടെ വാക്കുകൾ നെല്ലിക്ക പോലെയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു നെല്ലിക്ക ആദ്യം കടിക്കുമ്പോൾ കയ്പാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ മുതിർന്നവർ നൽകുന്ന ഉപദേശങ്ങൾ ആദ്യഘട്ടത്തിൽ നമുക്ക് കയ്പുള്ളതോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതോ ആയി തോന്നാം. എന്നാൽ ഓരോ ചെറിയ ഉപദേശവും മെച്ചപ്പെട്ടൊരു ഭാവി കെട്ടിപ്പടുക്കുവാൻ നമ്മെ സഹായിക്കുന്നു. നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞ് വെള്ളം കുടിക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നത് പോലെയാണ് മുതിർന്നവരുടെ വാക്കുകൾ. അവ ആദ്യം കഴിക്കും, പിന്നീട് മധുരിക്കും. അതിനാൽ മുതിർന്നവർ നൽകുന്ന ഉപദേശങ്ങൾ അനുസരിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ മധുരകരമായ വിജയങ്ങൾ കൈവരിക്കാൻ നമ്മെ അത് സഹായിക്കും. ഈ വിഷയത്തിന്റെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കുന്നതിനായി ഒരു നാടകം അവതരിപ്പിക്കാൻ ഞാൻ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ക്ഷണിക്കുന്നു. അച്ഛൻ, അധ്യാപിക, മുത്തശ്ശി, അരുൺ, ലിയ, ജോൺ. രംഗം 1. അരുണും മുത്തശ്ശിയും ആഹാരം കഴിക്കുന്നു. മുത്തശ്ശി, നിങ്ങൾ പറഞ്ഞു അരുൺ പഠിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കരുത്, പുസ്തകങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന്. ആ വാക്കുകൾ കേട്ടപ്പോൾ നെല്ലിക്ക കഴിക്കുന്നത് പോലെ അത്രമേൽ കയപ്പുള്ളതായിട്ടാണ് തോന്നിയത്. അതെ അരുൺ, പക്ഷേ നിന്റെ കയ്പുള്ള വാക്കുകൾക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നീ പറയൂ. ഞാൻ ഫോൺ മാറ്റിവെച്ചു. ദിവസവും 3 മണിക്കൂർ വീതം പഠിച്ചു. പരീക്ഷയിൽ നല്ല മാർക്കും ലഭിച്ചു. ഇപ്പോൾ മുത്തശ്ശിയുടെ ആ കയപ്പുള്ള വാക്കുകൾ അതിമധുരമുള്ളതായി തോന്നി തുടങ്ങി. രംഗം 2. അച്ഛൻ പത്രം വായിക്കുന്നു, മകൾ അടുത്തിരുന്ന് പുസ്തകം വായിക്കുന്നു. അച്ഛ, അന്ന് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടില്ലേ? ലിയ, ചിപ്സും മധുരപാനീയങ്ങളും വേണ്ട, പഴങ്ങളും പച്ചക്കറികളും മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ആ ഉപദേശങ്ങൾ നെല്ലിക്ക പോലെ അത്രമേൽ കൈപ്പുള്ളതായിരുന്നു. മോളെ, ഇപ്പോൾ ആ കൈപ്പുള്ള ഉപദേശത്തിന്റെ മധുരമായ ഫലം പങ്കുവയ്ക്കൂ. ഞാൻ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ ഓടാനും പോയി. ഇപ്പോൾ എനിക്ക് പൂർണ്ണ ആരോഗ്യമുണ്ട്. പണ്ട് എനിക്കൊന്നും വയറുവേദന ഉണ്ടാകുമായിരുന്നു, എന്നാൽ ഇപ്പോൾ അതില്ല. അതുമാത്രമല്ല, സ്കൂൾ കായിക ദിനത്തിൽ ഓട്ട മത്സരത്തിൽ എനിക്ക് സമ്മാനം നേടാനും സാധിച്ചു. നിങ്ങളുടെ ആ വാക്കുകൾ എനിക്കിത് മധുരമുള്ള ഫലമായി മാറി. രംഗം 3. ജോണും അധ്യാപികയും പഠന നിലവാരത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ടീച്ചർ, നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ വൈകുന്നേരം 7 മണിക്ക് ശേഷം TV കാണരുതെന്ന്, പുസ്തകങ്ങൾ മാത്രം വായിച്ചാൽ മതിയെന്ന്. ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ആ ഉപദേശത്തിന് ശേഷം നിന്റെ ജീവിതത്തിൽ എന്ത്
ഞാൻ TV കാണുന്നത് നിർത്തി പുസ്തകങ്ങൾ ധാരാളം വായിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായി എനിക്ക് മലയാള പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചു. ടീച്ചറുടെ ആ കയപ്പുള്ള വാക്കുകൾ ഇപ്പോൾ മധുരതരമായ വിജയമായി മാറി. ഒരു നെല്ലിക്ക സൂര്യപ്രകാശമേറ്റ ചുവന്ന മധുരമുള്ള ഫലമായി മാറുന്നത് പോലെ മുതിർന്നവരുടെ ഉപദേശങ്ങളാകുന്ന വെളിച്ചമാണ് നമ്മുടെ ജീവിതത്തെ വിജയകരവും മധുരകരവുമാക്കുന്നത്. നമ്മുടെ വഴിപിടിച്ച ശീലങ്ങളെ മാറ്റി നമ്മെ ശുദ്ധീകരിക്കാനാണ് മുതിർന്നവർ ആദ്യം കയപ്പുള്ള വാക്കുകൾ പറയുന്നത്. ഞങ്ങളുടെ കർക്കശമായ ഉപദേശങ്ങൾ നിങ്ങൾക്ക് ഉയരങ്ങളിൽ പറക്കാൻ കരുതുള്ള ചിറകുകളായി മാറും. അതുകൊണ്ട് മുതിർന്നവരുടെ വാക്കുകൾ ഒരിക്കലും നിരസിക്കരുത്. ഇന്നത്തെ ഈ കയ്പുള്ള വാക്കുകളാകാം നമ്മുടെ ഭാവി ശോഭനമാക്കുന്നത്. അവ നമ്മുടെ ജീവിതത്തെ വലിയ വിജയങ്ങളിലേക്ക് നയിക്കും. ഓരോ കയ്പുള്ള അനുഭവങ്ങളും നമ്മെ വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കുന്ന ചവിട്ടുപടികളാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, മുതിർന്നവർ നൽകുന്ന ഉപദേശങ്ങൾ ഒരു പക്ഷേ നമുക്ക് കൈപ്പുള്ളതായി തോന്നിയേക്കാം. എങ്കിലും അവ നമ്മുടെ ജീവിതത്തെ ശോഭനമാക്കാനും നമ്മെ വിജയത്തിലേക്ക് എത്തിക്കാനും സഹായിക്കുന്ന ചവിട്ടുപടികളാണെന്ന് നാം തിരിച്ചറിയണം. നമുക്ക് ആ വാക്കുകളെ വിലമതിക്കാം, ജീവിതത്തിൽ പകർത്താം. അഭിസംബോധന ചെയ്യാനും പ്രചോദനാത്മകമായ വാക്കുകൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാനും നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപികയായ മാം ആലിയെ ഞാൻ ക്ഷണിക്കുന്നു. Have you ever noticed how our parents keep repeating the same advice? Study well, don't give up. At times these words may feel annoying and we wish they would stop. But think of it like this. A gardener waters a plant even when there are no flowers to see. The plant may look small and weak at first, but one day it grows strong and bears fruit. Our elders' words may feel annoying first and may not feel important today, but one day they quietly shape our future. That is why elders say, what tastes bitter at first becomes sweet later. So let us learn, listen and trust the guidance of our elders. Now let us congratulate the students of class 8C and their class teacher Ma'am Radhika for such a wonderful assembly presentation. Now let us give them a big round of applause. Thank you all. Have a great day. അച്ഛന്റെയും മാം ആലിയുടെയും ഏറെ വാക്കുകൾക്ക് നന്ദി. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നതാണല്ലോ പ്രതിജ്ഞ. ആയതിനാൽ പ്രതിജ്ഞ ചൊല്ലുവാനും തുടർന്ന് ദേശീയഗാനം ആലപിക്കുന്നതിനു വേണ്ടി ഞാൻ അഭിജ്ഞയും സഹോദരങ്ങളെയും ക്ഷണിക്കുന്നു. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ജനങ്ങളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്.